സ്മൃതി, ഗവർണർ പ്രധാനമന്ത്രിക്കും പിന്നെ രാഷ്ട്രപതി. രാഷ്ട്രപതിക്കും അയക്കാൻ പോകുകയാണ് എന്നുള്ളൊരു നിലപാടിലാണ് ഇരിക്കുന്നത്. അതിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ്? ഒന്ന് പറയുന്നത് നമ്മുടെ അദ്ദേഹത്തിന് സുരക്ഷാ വീഴ്ചയുണ്ടായി, അതിന് ഡി ജി പിന്നോട് ലെറ്റർ, പിന്നെ അതിൻ്റെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവർണർ. രണ്ടാമത്തെ കാര്യം, ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളാനാണ് സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളെയും മുൻകൂട്ടി കണ്ടിട്ടാണ് സർക്കാർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചിട്ടുള്ളത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ? ഭരണഘടനാ പ്രകാരമുള്ള സാധ്യത നിറവേറ്റാൻ ഗവർണർ പരാജയപ്പെടുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്താ പറയുന്നത്? നിരന്തരം പ്രോട്ടോക്കോൾ ലംഘനം നടത്തുന്നു ഗവർണർ. മൂന്നാമത്തെ എന്താ പറയുന്നത്? സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കാൻ വേണ്ടിയിട്ട് ഗവർണർ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇതിലിപ്പോൾ എന്താണ് ഈ SFIയും പിന്നെ ഗവർണറും തമ്മിലുണ്ടാകുന്ന ഇഷ്യൂ ഗവർണർ ബോധപൂർവം ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഗവർണർക്ക് ഈ വകുപ്പ് 360 ആണെങ്കിലും 124ാമത്തെ വകുപ്പാണെങ്കിലും ഒക്കെ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. സാധാരണ നമ്മൾ ഈ പഞ്ചാബിൽ പറഞ്ഞതുപോലെ ഒരു വകുപ്പ് എടുത്തിട്ട് കാര്യങ്ങൾ നടത്താനൊന്നും കേരളത്തിൽ അത്ര എളുപ്പമല്ല. കാരണം അതുകൊണ്ട് അത് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ 360ാമത്തെ വകുപ്പ്, ആർട്ടിക്കിൾ 360ഉം ഈ 124ാം വകുപ്പൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവർണർ നേരിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെയെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സർക്കാർ എന്ത് ചെയ്യുന്നത്, നേരിട്ട് ആദ്യം തന്നെ രാഷ്ട്രപതിക്കും പിന്നെ അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനൊക്കെ ലെറ്റർ അയക്കും. ഇനിയിപ്പോൾ നമുക്കത് നടന്നില്ലെങ്കിൽ നമുക്ക് കോടതി പോകാനുള്ള ഒരു മുന്നൊരുക്കം കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം സുപ്രീം കോടതിനെ സമീപിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിൽ മാർഗ്ഗമുള്ളൂ, അല്ലാതെ വേറെ മാർഗ്ഗം നമ്മുടെ മുന്നിലില്ല. അപ്പം ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് കറക്റ്റാണ്. കാരണം 360ാമത്തെ വകുപ്പിൻ്റെ പ്രശ്നം എന്താണ്? ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് കേന്ദ്രമാണ്. സത്യം പറഞ്ഞാൽ കേരളം ഭരിക്കുക. അവർക്ക് നമ്മളെ ആൾക്കാർ റോളില്ല, നമ്മളിങ്ങനെ നോക്കുകുത്തിയായിരിക്കാം. കാരണം ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞതാണ് ഇതിൻ്റെ കറക്റ്റ് കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക നീക്കങ്ങൾ ഒരു പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. ഒരു സാമ്പത്തിക സംവിധാനം പറഞ്ഞാൽ ശമ്പളം പോലും നമ്മൾക്കോട്ട് കൊടുക്കാൻ കഴിയില്ല. അത് ഇളക്കി കൊടുക്കുന്ന ആരായിരിക്കും? കേന്ദ്ര സർക്കാരായിരിക്കും. അവരെന്ത് തീരുമാനിക്കുന്നു അതെല്ലാം ഇവിടെ നടപ്പിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു സംവിധാനത്തിലേക്ക് ഗവർണർ പോകുമോ എന്നുള്ള ഒരു ആശങ്ക സർക്കാരിന് നേരത്തെ ഉണ്ട്. അതുകൊണ്ടാണ് പിണറായി വിജയൻ അക്കമിട്ട് കാര്യങ്ങൾ നേരത്തെ പറയുന്നത്. ഇദ്ദേഹം എന്താണ് പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നു, സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ നടു റോട്ടിലിറങ്ങി ക്രമസമാധാന നില തകർക്കാൻ വേണ്ടി ഗവർണർ തന്നെ നേരിട്ട് ഇറങ്ങുന്നു നടക്കമുള്ള കാര്യങ്ങളാണ്. അതായത് ചെറിയ കാര്യമല്ല, ഗൗരവമില്ലാത്ത കാര്യങ്ങളല്ല, അതെല്ലാം ഗൗരവമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നേരത്തെ തന്നെ ഇതെല്ലാം മുൻകൂട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ പ്രസിഡന്റിനും കേരളം കത്തയച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. അതെല്ലാം നമ്മുടെ മലയാളികൾ എന്ന നിലയ്ക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട കാര്യമാണ്. അത് അത്ര ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. Meet the editors.